ഞാൻ ഡോക്ടർ കൃഷ്ണകുമാരി. സ്പർശ് വെൽനസിലേക്ക് സ്വാഗതം. ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം വരാനുള്ള സാധ്യത മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ചില ടെസ്റ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും ഹൃദയപേശികളിലേക്ക് രക്തം എത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഹൃദയപേശികൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. നെഞ്ചുവേദന, നെഞ്ചത്ത് ഭാരം തോന്നുക, നെഞ്ചത്ത് അഴപ്പ് തോന്നുക, നെഞ്ചെരിച്ചിൽ, അമിതമായ വിയർപ്പ്, ഓർക്കാനം, ഛർദിൽ, വലിയ ക്ഷീണം, കൈകളിലും താടിയിലുമുള്ള വേദന എന്നിവയാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. ഹൃദയാഘാതം വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ വേണ്ട ഒരു അസുഖമാണ്. ഇത് 1-2 ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. വളരെ നാളുകളായി നമ്മുടെ ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടി ഹൃദയാഘാതത്തിൽ എത്തിച്ചേരാൻ വളരെ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. ECG, എക്കോ കാർഡിയോഗ്രാം, ട്രോപ്പോണിൻ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നിവ വഴി ഹൃദയാഘാതം വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ്, ലിപ്പോപ്രോട്ടീൻ ലിറ്റിലെ ടെസ്റ്റ്, കൊറോണറി ആർട്ടറി കാൽഷ്യം സ്കോർ ടെസ്റ്റ് എന്നിവ വഴി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ മുൻകൂട്ടി തന്നെ നമുക്കറിയാൻ സാധിക്കും. ആദ്യമായി ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റിനെ കുറിച്ച് പറയാം. സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് സാധാരണ എല്ലാ ഡോക്ടർമാരും ഇന്ന് അഡ്വൈസ് ചെയ്യാറുള്ളതാണ്. സി റിയാക്റ്റീവ് പ്രോട്ടീൻ സാധാരണ നമ്മുടെ കരളിലാണ്, ലിവറിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് എന്നിട്ട് രക്തസംക്രമണത്തിലേക്ക്, നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് ഇത് തള്ളിവിടുന്നു. ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എവിടെങ്കിലും ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കം ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രോട്ടീന്റെ അളവ് കൂടുതലായി കാണാൻ സാധിക്കും. എന്നാൽ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റിനെക്കാട്ടിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫർമേഷൻ കൂടുതലായി തോന്നുകയാണെങ്കിൽ ഈ ഹൈ സെൻസിറ്റിവിറ്റി, വളരെ ചെറിയ തോതിലുള്ള ഇൻഫർമേഷൻ പോലും ഈ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് വഴി വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആർട്ടറികളിലുള്ള ഇൻഫ്ലമേഷൻ അഥവാ വാസ്കുലൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, മറ്റ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഹാർട്ടിന്റെ അസുഖം ഒന്നുമില്ലാത്ത ഒരാളിൽ, കുടുംബപരമായിട്ടും കാർഡിയാക് ഡിസീസസ് ഒന്നുമില്ലാത്ത ഒരാളിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉയർന്ന വർധന കാണിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളിൽ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് ഉയർന്ന ലെവൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെയും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായി 1 മില്ലിഗ്രാം പെർ ലിറ്ററിൽ താഴെയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഹൈ സെൻസിറ്റിവിറ്റി CRP 3 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടുതലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈറൽ അഥവാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വലിയ മുറിവുകൾ, ശരീരത്തിലുള്ള വലിയ മുറിവുകൾ, ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഓട്ടോഇമ്യൂൺ ഡിസീസുകളായ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ദെൻ വാസ്കുലൈറ്റിസ്, അത് നമ്മുടെ ആർട്ടറിയിലുള്ള ഇൻഫ്ലമേഷൻ, ദെൻ പെരിക്കാർഡൈറ്റിസ്, ഹൃദയത്തിന്റെ കവറിങ്ങിനെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നീ കണ്ടീഷനിലെല്ലാം സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ദെൻ അമിതഭാരം, മദ്യപാനം, പുകവലി, അമിതമായി മധുരം കഴിക്കുന്നത്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതിലെല്ലാം സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുതലായി കാണാം. പിന്നെ പ്രോസസ്ഡ് ഫുഡ്, ബേക്ക്ഡ് ഫുഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ റെഡ് മീറ്റ്, പാം ഓയിൽ, ഡയറി പ്രോഡക്ട്സ് ഇവയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴി CRP ലെവൽ കൂടാനും സാധ്യതയുണ്ട്. സാധാരണ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ പനി, ശരീരവേദന, ഉള്ളില്, ഓർക്കാനം, ഛർദി, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് പച്ചക്കറികൾ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാര സാധനങ്ങൾ, ദെൻ വൈറ്റമിൻ ഡി, അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ ആണ്. ഇവയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇൻഫ്ലമേഷന്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ശരിയായ വ്യായാമം, ആവശ്യത്തിനുള്ള ഉറക്കം, 6-7 മണിക്കൂർ ഉറക്കം, പിന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് എന്നിവ ചെയ്യുന്നതും CRP ലെവൽ കുറയ്ക്കാൻ സാധിക്കും. കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ള ആളുകളിൽ
അതിന്റെ ലെവൽ നോർമലായി വെക്കുന്നത് അത്യാവശ്യമാണ്. C-reactive പ്രോട്ടീൻ ലെവൽ, ഹൈ സെൻസിറ്റിവിറ്റി CRP ലെവൽ സാധാരണ ഇൻഫ്ലമേഷനിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റിന്റെ ഫലം, പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസായ SLE, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നിവയിൽ ഈ ട്രീറ്റ്മെന്റിന്റെ ഫലം എങ്ങനെയെന്ന് മനസ്സിലാക്കാനും ഈ ടെസ്റ്റ് സഹായിക്കും. ഇത് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ അറിയാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. നമ്മുടെ ഏത് അവയവത്തിലാണ് അസുഖം എന്നറിയാൻ രോഗിയുടെ ആരോഗ്യ ലക്ഷണവും മറ്റ് അസുഖ ലക്ഷണങ്ങളും കൂട്ടിച്ചേർത്ത് അതിനോട് ചേർന്ന ടെസ്റ്റുകൾ നടത്തി ഒരു ഡിസീസ് ഡയഗ്നോസിസ് എത്തിച്ചേരാൻ സാധിക്കും. അടുത്തതായി പറയാനുള്ളത് ഒരു കുഞ്ഞു കൊളസ്ട്രോളിനെ കുറിച്ചാണ്. ലിപ്പോപ്രോട്ടീൻ A ഓർ ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ A. CRP പോലെ ഇതും നമ്മുടെ കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരുതരം കൊഴുപ്പാണ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും ഹോർമോണുകൾ, വൈറ്റമിൻ, കോശത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്കെല്ലാം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ കൊളസ്ട്രോളും നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അധികമായ കൊളസ്ട്രോൾ മറ്റു പലവിധ അസുഖങ്ങൾക്കും കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിൽ 2 തരം കൊളസ്ട്രോൾ ആണുള്ളത്. LDL കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ അഥവാ നല്ല കൊളസ്ട്രോൾ. ലിപ്പോപ്രോട്ടീൻ ലിറ്റിലെ ചീത്ത കൊളസ്ട്രോളിന് സമാനമായ ഒരു തരം കൊളസ്ട്രോൾ ആണ്. ഇത് നമ്മുടെ ബ്ലഡ് ധമനികളിൽ അടിഞ്ഞുകൂടുകയും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചിലരിൽ ഇത് പാരമ്പര്യമായി കാണാറുണ്ട്. അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിപ്പോപ്രോട്ടീൻ ലെവൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഈ ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ A നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഹൃദയത്തിന് അസുഖമുള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു. അതുപോലെ ഇത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇരട്ടിയാക്കും. സാധാരണ ഡയറ്റ്, എക്സസൈസ് എന്നിവ മൂലം ഇത് അധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുക, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ തുടങ്ങിയ അസുഖങ്ങൾ കുറയ്ക്കുക മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ട് തോന്നുന്നത്. കുടുംബപരമായി ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ A ഉള്ളവരും പാരമ്പര്യമായി ഹാർട്ടിന് അസുഖമുള്ളവരും അഥവാ ഹാർട്ടിന് അസുഖമുള്ള ആളുകളും ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് കുടുംബപരമായും അല്ലാതെ പേഴ്സണലായിട്ടും ഉള്ളവർക്കും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അത്യാവശ്യമാണ്. ലിപ്പോപ്രോട്ടീൻ A ലെവൽ 50 mg/dL മേലെയാണെങ്കിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഈ ലിപ്പോപ്രോട്ടീൻ A നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ധമനികളിൽ അടിഞ്ഞുകൂടാനും അത് പ്ലേക്കുകളായി മാറുവാനും സഹായിക്കുന്നു. ഈ പ്ലേക്കുകൾ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി, ലിവർ എന്നിവയിൽ അടിഞ്ഞുകൂടുകയും അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ലിപ്പോപ്രോട്ടീൻ A ഒരു ഇൻഫ്ലമേഷൻ, ഒരു നീർവീക്കം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ പ്ലേക്കുകൾ ഇടയ്ക്ക് പൊട്ടിപ്പോവുകയും അവിടെ ക്ലോട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിച്ചേരുന്നു. ഈ വളരെ നാളായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഈ കുഞ്ഞു കൊളസ്ട്രോളിന്റെ കൂടെ കാൽഷ്യം കൂടെ അടിഞ്ഞുകൂടാൻ സഹായിക്കുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഹൃദയവാൽവുകളിൽ സ്റ്റിഫ്നെസ് ഉണ്ടാകുകയും വാൽവുകൾ തുറക്കാതാവുകയും ബ്ലഡ് പമ്പിങ് അഫക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ ഹൃദയത്തിലും ശ്വാസകോശത്തിലും പ്ലേക്കുകൾ ഉണ്ടാകുന്നത് കൊണ്ട് പിന്നെ വ്യായാമം ചെയ്യുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഉണ്ടാകുന്നു. ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ A നമുക്ക് എക്സസൈസോ ഡയറ്റോ എന്നിവ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മറ്റ് അസുഖങ്ങളായ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് എന്നിവ കുറയ്ക്കുകയും. അടുത്തതായി കൊറോണറി ആർട്ടറി കാൽഷ്യം സ്കോർ ടെസ്റ്റ് അഥവാ CAC ടെസ്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാൽഷ്യത്തിന്റെ ലെവലിനെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന്റെ സ്കോറിനനുസരിച്ച് സ്കോർ കൂടുന്തോറും റിസ്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. ഇത് ഈ ഹൃദയത്തിന്റെ CT സ്കാനാണ് ഈ ടെസ്റ്റ് വഴി ചെയ്യുന്നത്. ഇത് എക്സ്റേ പോലുള്ള ഒരു ടെസ്റ്റാണ്. ഇത് സാധാരണ ഏകദേശം 30 മിനിറ്റോളം എടുക്കുന്നതായിരിക്കും. നമ്മുടെ കാൽഷ്യം സ്കോർ ടെസ്റ്റിൽ സ്കോർ 0 ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, പ്ലേക്കുകളൊന്നും ധമനിയിൽ രൂപപ്പെട്ടിട്ടില്ലെന്നും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒട്ടുമില്ലെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ സ്കോർ 1 മുതൽ 10 വരെ ആണെങ്കിൽ പ്ലേക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ ഉണ്ടായി തുടങ്ങിയെങ്കിലും അതിവിദൂര ഭാവിയിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമെന്നും മനസ്സിലാക്കാം. എന്നാൽ സ്കോർ 11 മുതൽ 100 വരെ ആണെങ്കിൽ പ്ലേക്കുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 101 മുതൽ 400 വരെയാണ്
പ്ലേക്കുകൾ ഉള്ളതെങ്കിൽ നന്നായിട്ട് പ്ലേക്കുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഒരു വലിയ അപകടം വരാൻ സാധ്യതയുണ്ടെന്നും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി 400 മേലാണ് സ്കോറെങ്കിൽ വളരെ കൂടുതൽ പ്ലേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതിന് സാധാരണ ചികിത്സ വലുതായിട്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും മെഡിസിൻ എടുക്കുന്നതിലും ഉള്ള ചേഞ്ചസ്, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുക എന്നിവ അനുസരിച്ചായിരിക്കും നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നത്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, ഉപ്പ്, മദ്യപാനം, പുകവലി എന്നിവ ഉപേക്ഷിക്കുക, ശരിയായ ഉറക്കം, വ്യായാമം, ഭാരം, അമിതവണ്ണം കുറയ്ക്കുക എന്നിവ ഇത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പരസ്യങ്ങളിലും മറ്റും കണ്ട് കാൽഷ്യം ടാബ്ലറ്റ് ദിവസേന കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അസ്ഥി സംബന്ധമായ അസുഖങ്ങളോ ബ്ലീഡിങ് ഉണ്ടാകുന്ന അസുഖങ്ങളോ മറ്റു പല അസുഖങ്ങളിലും കാൽഷ്യത്തിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം കാൽഷ്യം കഴിക്കുക. അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങുന്ന ഭക്ഷണങ്ങൾ, പാല്, മുട്ട, ഇറച്ചി, ചെറിയ കുരുക്കളുള്ള പച്ചക്കറികൾ, ടൊമാറ്റോ, വെള്ളരിക്ക, പേരയ്ക്ക എന്നിവയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കാൽഷ്യം ലഭിക്കുന്നതാണ്. ആവക്കാഡോ, ഫൈറ്റിക് ആസിഡ് കണ്ടന്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അരി, ഗോതമ്പ്, എള്ള് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ടും നമുക്ക് ഈ കാൽഷ്യം ശരീരത്തിൽ നിന്നും ഒരു ആർട്ടറിയിൽ നിന്നും മാറ്റാൻ സഹായിക്കും. ഫൈറ്റിക് ആസിഡ് ലെവൽ കൂടുതലുള്ള ഭക്ഷണമാണ് ഒരു ചെറിയ അളവിൽ മാത്രം കഴിക്കുക. അത് നമ്മുടെ ശരീരത്തിലുള്ള ബോണിൽ നിന്നും അസ്ഥിയിൽ നിന്നും പല്ലിൽ നിന്നുമൊക്കെ കാൽഷ്യത്തിനെ ഒഴുക്കിവിടാൻ സാധ്യതയുള്ളതിനാൽ അതും മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. ഈ 3 ടെസ്റ്റുകളും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്.